ഈ PSC പരീക്ഷയിൽ ഈ ബയോളജിയിൽ കുറച്ച് ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്ന ദഹനരസങ്ങൾ. അപ്പം ദഹനരസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും എന്തൊക്കെയാണ് നമുക്ക് അതിൽ നിന്ന് പഠിക്കാനുള്ളതും അതൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത്. എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് നോട്ട് എഴുതി റിവിഷൻ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ആദ്യം തന്നെ ഈ ചോദ്യം നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പിത്തരസത്തെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏതാണ്? പിത്തരസത്തെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന. പിത്തരസത്തെ നമ്മൾ ബൈലെന്ന് പറയും. ബൈല്. പിത്തരസം വൃക്ക ഉൽപ്പാദിപ്പിക്കുന്നു. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് വൃക്ക എന്നത് തെറ്റാണ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ആരാ കുട്ടികളെ? പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ് കേട്ടോ. കരളാണ് പിത്തരസത്തെ എന്ത് ചെയ്യുന്നത്? ഉൽപ്പാദിപ്പിക്കുന്നത് കേട്ടോ. പിത്തരസത്തെ ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. പിത്തരസത്തിൽ എൻസൈമുകളില്ല, ശരിയാണ്. പിത്തരസത്തിൽ യാതൊരുവിധ എൻസൈമുകൾ അല്ലെങ്കിൽ രാസാഗ്നികൾ ഇല്ല എന്നത് ശരിയാണ്. പിത്തരസത്തിൽ എൻസൈമുകൾ ഇല്ല, അല്ലെങ്കിൽ പിത്തരസത്തിൽ എൻസൈമുകൾ അല്ലെങ്കിൽ രാസാഗ്നികൾ ഇല്ല. പിത്തരസം അന്നജത്തെ വിഘടിപ്പിക്കുന്നു, തെറ്റാണ്. പിത്തരസം ചെയ്യുന്നത് കൊഴുപ്പിനെ വിഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കൊഴുപ്പിനെ വിഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ വലിയ കൊഴുപ്പ് തന്മാത്രകളെ ചെറിയ കൊഴുപ്പ് തന്മാത്രകളാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് പിത്തരസം ചെയ്യുന്നത്. നമ്മൾ അതിനെ എമൾസിഫിക്കേഷൻ എന്ന് പറയും കേട്ടോ. എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് എന്ന് പറയും. എന്തെന്ന് പറയും കുട്ടികളെ? എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് എന്ന് പറയും. അപ്പം കൊഴുപ്പിനെ വിഘടിപ്പിക്കുന്ന പ്രവർത്തനമാണ് ആര് ചെയ്യുന്നത്? പിത്തരസം ചെയ്യുന്നത്. ആ ഒരു പ്രവർത്തനത്തെ പറയുന്ന പേര് എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് എന്നാണ്. അടുത്ത് പിത്തരസം ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുന്നു. ഇത് ശരിയാണ്. അതായത് ഇവിടെ തെറ്റായിട്ട് വരുന്നത് 1ഉം 3ഉമാണ്. ഓപ്ഷൻ സി 1ഉം 3ഉമാണ് തെറ്റായിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും മനസ്സിലാക്കുക. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് ഏത്? പിത്തരസം. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് പിത്തരസം. പിത്തരസത്തിന്റെ നിറം എന്തെന്ന് കേട്ട് കഴിഞ്ഞാൽ മഞ്ഞ നിറമാണ് കേട്ടോ. പിത്തരസത്തിന്റെ നിറം എന്താണ്? മഞ്ഞ നിറമാണ്. പിത്തരസത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു നമുക്ക് ചോദിക്കാറുണ്ട്. അതിന്റെ പേരാണ് ബിലിറൂബിൻ. പിത്തരസത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഏത്? ബിലിറൂബിൻ. ഏതാ കുട്ടികളെ? ബിലിറൂബിൻ ആണ് പിത്തരസത്തിന് മഞ്ഞ നിറം നൽകുന്നത്. അപ്പോൾ ഇവിടെ പഠിക്കേണ്ട പോയിന്റ്സ് ഒന്നുകൂടെ പറഞ്ഞു തരാം, നോക്കിക്കോണേ. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. പിത്തരസത്തിൽ എൻസൈമുകളില്ല. പഠിക്കേണ്ട പോയിന്റാണ്. പിത്തരസത്തിൽ എന്തില്ല? എൻസൈമുകളില്ല. പിത്തരസം എന്ത് ചെയ്യുന്നു? കൊഴുപ്പിനെ വിഘടിപ്പിക്കുന്നു. അതായത് വലിയ കൊഴുപ്പ് തന്മാത്രകളെ ചെറിയ കൊഴുപ്പ് തന്മാത്രകളാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ആര് ചെയ്യുന്നത്? പിത്തരസം ചെയ്യുന്നത്. ആ ഒരു പ്രവർത്തനത്തെ പറയുന്ന പേരാണ് എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. പിന്നെ പറഞ്ഞു പിത്തരസം നമ്മുടെ ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കി മാറ്റുന്നു. അതായത് ആൽക്കലി സ്വഭാവമുള്ളതാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? മാറ്റുന്നു. പിത്തരസത്തിന്റെ നിറം എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറമാണ്. പിത്തരസത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഏത്? ബിലിറൂബിൻ. ഏതാണ്? ബിലിറൂബിൻ. അപ്പൊ അത്രയും പോയിന്റ്സ് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അടുത്ത ചോദ്യം നോക്കിയേ. ദഹനഫലമായി പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്ന ലഘുഭക്ഷണം ഏതാണ്? ദഹനഫലമായി പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്ന ലഘുഭക്ഷണമാണ് അമിനോ ആസിഡ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പ്രോട്ടീൻ ഏറ്റവും ഒടുവിൽ എന്തായി മാറുമെന്ന് കേട്ടത്? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പ്രോട്ടീൻ ഏറ്റവും ഒടുവിൽ എന്തായി മാറുമെന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് അമിനോ ആസിഡുകളായി മാറും. എന്തായി മാറും കുട്ടികൾ? അമിനോ ആസിഡുകളായിട്ടാണ് മാറുന്നത്. ഇനി അടുത്ത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ കൊഴുപ്പ്, അതായത് ഫാറ്റ് എന്തൊക്കെയായി മാറും? ഫാറ്റ് ഗ്ലിസറോളും ഫാറ്റി ആസിഡുമായി മാറും. എന്തൊക്കെയായി മാറും കുട്ടികളെ? ഗ്ലിസറോളും ഫാറ്റി ആസിഡുമായി മാറും. മനസ്സിലായോ? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് ഏറ്റവും ഒടുവിൽ എന്തായി മാറുമെന്ന് ഇട്ട് കഴിഞ്ഞാൽ ഗ്ലിസറോളും ഫാറ്റി ആസിഡുമായി മാറും. പ്രോട്ടീൻ ആണെങ്കിൽ അമിനോ ആസിഡായി മാറും. ഇനി നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ അന്നജമാണെങ്കിൽ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗ്യാലക്ടോസ്. അപ്പൊ എന്തൊക്കെയായി മാറും കുട്ടികളെ? അന്നജമാണെങ്കിൽ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗ്യാലക്ടോസ്. എന്തൊക്കെയായി മാറും? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗ്യാലക്ടോസ്. അപ്പൊ ഇത് മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിക്കുന്ന ആഹാരത്തിലെ പ്രോട്ടീൻ എന്തായി മാറുന്നുണ്ടെങ്കിൽ അമിനോ ആസിഡായി മാറും. ഫാറ്റ് ആണെങ്കിൽ ഗ്ലിസറോളും ഫാറ്റി ആസിഡുമായി മാറും. ഇനി അന്നജമാണെങ്കിൽ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗ്യാലക്ടോസ്. അപ്പൊ ഇത് മൂന്നും, അതായത് ഫാറ്റിന്റെയും പ്രോട്ടീന്റെയും കാർബോഹൈഡ്രേറ്റിന്റെയും അന്നജത്തിന്റെയും പഠിച്ചിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാവേ. തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് എന്നാണ് ചോദ്യം. മാംസ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ. മാംസ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പിള്ളേരെ? പ്രോട്ടീൻ ആണ് മാംസ്യം. മാംസ്യത്തിന് ദഹനവുമായി ബന്ധമില്ലാത്തതാണ് എഴുതേണ്ടത്. പ്രോട്ടിയേസ്,
പെപ്സിൻ, ട്രിപ്സിൻ ഇതെല്ലാം എന്തിന്റെ ദഹനത്തിന് സഹായിക്കുന്നതാണ്? പ്രോട്ടീന്റെ ദഹനത്തിന് സഹായിക്കുന്നവയാണ്. മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ ദഹനത്തിന് സഹായിക്കുന്നവയാണ്. എന്നാൽ ലിപ്പേസ് എന്ന് പറഞ്ഞാൽ എന്തല്ല? ലിപ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീന്റെ ദഹനത്തിന് സഹായിക്കുന്നതല്ല, അത് കൊഴുപ്പിന്റെ ദഹനത്തിന് സഹായിക്കുന്നവയാണ്. അപ്പൊ കൊഴുപ്പിന്റെ ദഹനത്തിന് സഹായിക്കുന്ന ഒരു എൻസൈമാണ് എന്ന് പറയുന്നത് ലിപ്പേസ് എന്ന് പറയുന്നത്. എൻസൈം അല്ല, ഒരു ദഹനരസമാണ് എന്ന് പറയുന്ന കുട്ടികളെ ലിപ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ആൻസർ ഏത് വരും? ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പൊ തന്നെ നമ്മുടെ പഠിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രോട്ടിയേസ്, പെപ്സിൻ, ട്രിപ്സിൻ എന്നിവ എന്തിന്റെ ദഹനത്തിന് സഹായിക്കുന്നു? പ്രോട്ടിയേസ്, പെപ്സിൻ, ട്രിപ്സിൻ എന്നിവ എന്തിന്റെ ദഹനത്തിന് സഹായിക്കുന്നു കുട്ടികളെ? പ്രോട്ടീന്റെ ദഹനം അല്ലെങ്കിൽ മാംസ്യത്തിന്റെ ദഹനത്തിന് സഹായിക്കുന്നു. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് കുറച്ച് ദഹനരസങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഘടകങ്ങളും പറഞ്ഞുതരാം. നമ്മുടെ ഉമിനീര്, നമുക്കറിയാം ദഹന പ്രക്രിയ ആരംഭിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? വായിൽ വെച്ചിട്ടാണ് നമ്മുടെ ദഹന പ്രക്രിയ ആരംഭിക്കുന്നത് അല്ലേ? നമ്മൾ ആഹാരം ചവച്ച് അരച്ച് കഴിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും? ദഹന പ്രക്രിയ ആരംഭിക്കും. അപ്പൊ ഈ ഉമിനീരുമായി ഈ ആഹാരം കൂടിക്കലരുമ്പോഴാണ് ആ ദഹന പ്രക്രിയ ആരംഭിക്കുന്നത്. അപ്പോൾ ഉമിനീരിലെ ഏതൊക്കെയോ ഘടകങ്ങൾ ഈ ഒരു ദഹന പ്രക്രിയ സഹായിക്കുന്നുണ്ട്. ആ ഘടകങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സലൈവറി അമിലേസ്, ലൈസോസൈം, അതുപോലെ ശ്ലേഷ്മം. സലൈവറി അമിലേസ്, ലൈസോസൈം, ശ്ലേഷ്മം. ഇതിൽ സലൈവറി അമിലേസ് എന്താണ് ചെയ്യുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ അന്നജത്തെ ഭാഗികമായി എന്താക്കി മാറ്റും? മാൾട്ടോസ് ആക്കി മാറ്റും. ഭാഗികമായിട്ട് മാൾട്ടോസ് ആക്കി എന്ത് ചെയ്യും കുട്ടികളെ? മാറ്റും. ക്ലിയർ ആണ്? അപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് ആക്കി മാറ്റുന്ന ഉമിനീരിലെ ഘടകം ഏത്, അല്ലെങ്കിൽ ഉമിനീരിലെ ദഹനരസം ഏത് എന്ന് കേട്ട് കഴിഞ്ഞാൽ സലൈവറി അമിലേസ് ആണ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് ആക്കി മാറ്റുന്ന ഉമിനീരിലെ ഘടകമാണ് ഏത്? സലൈവറി അമിലേസ്. അടുത്ത ലൈസോസൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ അണുക്കൾ ഉണ്ടാവും അല്ലെ? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ അണുക്കൾ ഉണ്ടാകും അല്ലെങ്കിൽ രോഗാണുക്കൾ ഉണ്ടാകും. ആ അണുക്കളെ നശിപ്പിക്കുന്ന ഒരു എൻസൈമാണ് ഏതെന്ന് പറയുന്നത്? ലൈസോസൈം എന്ന് പറയും. നമുക്കിത് ചോദിക്കാറുണ്ട്. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന അണുക്കളെ നശിപ്പിക്കുന്ന എൻസൈം ഏതാണ്? ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന അണുക്കളെ നശിപ്പിക്കുന്ന എൻസൈമാണ് ഏത് കുട്ടികളെ? ലൈസോസൈം. ഏതാണ്? ലൈസോസൈം. ഇനി ലൈസോസോം എന്ന് പറഞ്ഞ വേറൊരു സാധനമുണ്ട്. ലൈസോസോം എന്തെന്നറിയാമോ? ലൈസോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോശത്തിനുള്ളിൽ കാണപ്പെടുന്ന അതായത് ജന്തുകോശങ്ങളിൽ കാണപ്പെടുന്ന ആത്മഹത്യാ സഞ്ചികളാണ് ലൈസോസോം. ജന്തുകോശങ്ങളിൽ കാണപ്പെടുന്ന ആത്മഹത്യാ സഞ്ചികളാണ് ലൈസോസോം. അതായത് നമ്മുടെ ജന്തുകോശത്തിനുള്ളിലേക്ക് ഏതെങ്കിലും ഒരു അന്യപദാർത്ഥം വരികയാണെങ്കിൽ അതിനെ ഈ ലൈസോസോം പോയിട്ട് എന്ത് ചെയ്യും കുട്ടികളെ? കവർ ചെയ്യും. എന്നിട്ട് ഈ ലൈസോസോം പൊട്ടിത്തെറിക്കും. അപ്പോൾ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ലൈസോസോമും ഇല്ലാതാകും, ഈ വന്ന അന്യപദാർത്ഥവും എന്ത് ചെയ്യും? ഇല്ലാതാകും. അതുകൊണ്ടാണ് കോശത്തിനുള്ളിലെ ആത്മഹത്യാ സഞ്ചികൾ ഏതിനെ പറയുന്നത്? ലൈസോസോമിനെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന അണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള എൻസൈം ഏതെന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് ലൈസോസൈം എൻസൈമും ലൈസോസോം കോശത്തിലെ ആത്മഹത്യാ സഞ്ചികൾ. ഇനി ശ്ലേഷ്മം അത് നമ്മൾ മ്യൂക്കസ് എന്ന് ഇംഗ്ലീഷ് പറയണ്ട. മ്യൂക്കസ് നമ്മളെ ആഹാരത്തെ വിഴുങ്ങാൻ സഹായിക്കുന്നത്. നമ്മൾ ആഹാരം നമ്മൾ ഈ ചവച്ചരയ്ക്കുന്ന സമയത്ത് അത് നല്ല കുഴമ്പ് രൂപത്തിലാകത്തില്ലേ? ആ കുഴമ്പ് രൂപത്തിലായാൽ മാത്രമല്ലേ നമുക്കതിനെ വിഴുങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പം ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് വിഴുങ്ങാൻ സഹായിക്കുന്ന ഉമിനീരിലെ ഘടകം ഏന്നിട്ട് കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ശ്ലേഷ്മമാണ്. അപ്പൊ ഈ പറയുന്ന 3 ഘടകങ്ങളാണ് പ്രധാനമായും ഉമിനീരിലുള്ളത്. ഏതൊക്കെയെന്ന് കേട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടെ നോക്കാം. സലൈവറി അമിലേസ് അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് ആക്കി മാറ്റുന്നു. ലൈസോസൈം ആഹാരത്തിലെ അണുക്കളെ നശിപ്പിക്കുന്നു. ശ്ലേഷ്മം ആഹാരത്തെ വിഴുങ്ങാൻ പാകത്തിന് വഴുവഴുപ്പുള്ളതാക്കി മാറ്റുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ലൈസോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോശത്തിനുള്ളിൽ കാണപ്പെടുന്ന ആത്മഹത്യാ സഞ്ചികൾ, ജന്തുകോശത്തിനുള്ളിൽ കാണപ്പെടുന്ന ആത്മഹത്യാ സഞ്ചികളാണ് ഏത് കുട്ടികളെ? ലൈസോസോം. ഇത്ര മനസ്സിലായല്ലോ. അടുത്ത് ആമാശയത്തിൽ കാണപ്പെടുന്ന ദഹനരസങ്ങളാണ്. നമുക്ക് ആമാശയം പഠിക്കുമ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് പഠിക്കാറുണ്ട്. അപ്പം ഞാൻ ആസിഡുകൾ എന്നൊരു പോർഷൻ നിങ്ങൾക്ക് ഞാൻ എടുക്കും, ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട്. അതിൽ നമ്മൾ ഈ പറയുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും പിന്നെ അക്വാറീജിയ അതൊക്കെ നമുക്കിപ്പോൾ സ്ഥിരമായി ചോദിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ വേറൊരു വീഡിയോ ചെയ്തു തരാം. ഇവിടെ ആമാശയത്തിൽ കാണപ്പെടുന്ന ദഹനരസങ്ങളാണ് ഗ്യാസ്ട്രിക് ലിപ്പേസും പെപ്സിനും. ഗ്യാസ്ട്രിക് ലിപ്പേസ് എന്തിനു സഹായിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ കൊഴുപ്പിനെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. കൊഴുപ്പിനെ ഭാഗികമായിട്ട് എന്ത് ചെയ്യുന്നു കുട്ടികളെ? ലയിപ്പിക്കുന്നു. ഈ ലിപ്പേസ് എവിടെ കണ്ടാലും നിങ്ങൾ മനസ്സിലാക്കുക, ലിപ്പേസ് എന്തിന്റെ ദഹനത്തിനുള്ളതാണ്? കൊഴുപ്പിന്റെ ദഹനത്തിനുള്ളതാണ് ലിപ്പേസ് എന്ന് പറയുന്നത്. അതായത് അത് പഠിക്കുക എളുപ്പമാണ്. നമ്മുടെ
ചുണ്ടിന് നമ്മുടെ ചുണ്ടിന് ഈ കൊഴുപ്പുള്ള ആഹാരം കഴിക്കാൻ ഇഷ്ടമാണെന്ന് ഓർത്താൽ മതി. ഇപ്പം കൊഴുപ്പുള്ള ചിക്കൻ ആയാലും കൊഴുപ്പുള്ള മുട്ടയായാലും കൊഴുപ്പുള്ള ബീഫായാലും കഴിക്കാൻ നമ്മുടെ ചുണ്ടിന് ഇഷ്ടമല്ലേ? നമ്മുടെ വായിക്കല്ലെങ്കിൽ നമ്മുടെ ചുണ്ടിന് ഇഷ്ടമല്ലേ? അപ്പം ചുണ്ടത് ലിപ്പ്, ക്ലിയർ ആണല്ലോ. അപ്പം ലിപ്പേഴ്സ് കൊഴുപ്പിനെ ഭാഗികമായി ദഹിപ്പിക്കുന്നു കേട്ടോ. ലിപ്പേഴ്സ് കൊഴുപ്പിനെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നു. അടുത്ത് പെപ്സിൻ. പെപ്സിൻ എന്ത് ചെയ്യുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ പെപ്സിൻ പ്രോട്ടീൻ്റെ ദഹനത്തെയാണ് സഹായിക്കുന്നത്. പ്രോട്ടീനെ പെപ്റ്റോണാക്കി മാറ്റും. പ്രോട്ടീൻ എന്താക്കി മാറ്റും പിള്ളേരെ? പെപ്റ്റോണാക്കി മാറ്റും. പ്രോട്ടീനെ പെപ്റ്റോണാക്കി മാറ്റുന്ന ആമാശയ രസം ഏത്? പ്രോട്ടീനെ പെപ്റ്റോണാക്കി മാറ്റുന്ന ആമാശയ രസം ഏതെന്ന് ഇട്ട് കഴിഞ്ഞാൽ അതാണ് പെപ്സിൻ. ഏതാ പിള്ളേരെ? പെപ്സിൻ. അപ്പൊ ആമാശയത്തിലെ 2 ദഹനരസങ്ങൾ, ഒന്ന് ഗ്യാസ്ട്രിക് ലിപ്പേഴ്സ് കൊഴുപ്പിനെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നു, 2 പെപ്സിൻ പ്രോട്ടീൻ എന്താക്കി മാറ്റുന്നു കുട്ടികളെ? പെപ്റ്റോണാക്കി മാറ്റുന്നു. പ്രോട്ടീനെ പെപ്റ്റോണാക്കി മാറ്റുന്നു. അത് പാൻക്രിയാറ്റിക് അമിലേസ്, പാൻക്രിയാറ്റിക് ലിപ്പേഴ്സ്, ട്രിപ്സിൻ. ഇതെല്ലാം നമ്മുടെ പാൻക്രിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്നേയ ഗ്രന്ഥി പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങളാണ് പാൻക്രിയാറ്റിക് അമിലേസ്, പാൻക്രിയാറ്റിക് ലിപ്പേഴ്സ്, ട്രിപ്സിൻ എന്നിവ. നോക്കിക്കോണേ, പാൻക്രിയാറ്റിക് അമിലേസ് എന്താണ് ചെയ്യുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ, അമിലേസ് എന്ന് കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക അത് അന്നജത്തിന്റെ ദഹനമാണ്. അമിലേസ് എന്ന് വെച്ചാൽ അന്നജത്തിന്റെ ദഹനമാണ്. പാൻക്രിയാറ്റിക് അമിലേസ് ആകുമ്പോൾ അന്നജത്തെ പൂർണ്ണമായും എന്താക്കി മാറ്റുന്നു കുട്ടികളെ? മാൾട്ടോസ് ആക്കി മാറ്റുന്നു. അപ്പൊ അന്നജത്തെ പൂർണ്ണമായും മാൾട്ടോസ് ആക്കി മാറ്റുന്നത് പാൻക്രിയാറ്റിക് അമിലേസ് ആണ്. അന്നജത്തെ പൂർണ്ണമായും എന്താക്കി മാറ്റുന്നത്? മാൾട്ടോസ് ആക്കി മാറ്റുന്നത്. നമ്മുടെ ഉമിനീരിൽ കാണപ്പെടുന്ന അന്നജത്തെ ഭാഗികമായിട്ട് മാൾട്ടോസ് ആക്കി മാറ്റുന്ന ഒരു ഘടകം നമ്മൾ പറഞ്ഞായിരുന്നു. അത് ഏതായിരുന്നു? അത് സലൈവറി അമിലേസ്. അപ്പൊ ഈ അമിലേസ് എന്ന് പറഞ്ഞാൽ അത് അന്നജത്തിന്റെ ദഹനത്തെയാണ് എന്ത് ചെയ്യുന്നത്? സഹായിക്കുന്നത്. അടുത്ത് പാൻക്രിയാറ്റിക് ലിപ്പേഴ്സ്. ഞാൻ പറഞ്ഞു ലിപ്പേഴ്സ് എന്ന് കേട്ടാൽ അത് എന്തിനായിരിക്കും കുട്ടികളെ? കൊഴുപ്പിനെ ആയിരിക്കും ദഹിപ്പിക്കുന്നത്. ലിപ്പിന് ഇഷ്ടം കൊഴുപ്പ്. അപ്പൊ ലിപ്പേഴ്സ് എന്താ ചെയ്യുന്നത് കേട്ട് കഴിഞ്ഞാല് കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റും. ഗ്ലിസറോളും ആക്കി മാറ്റും. കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്ന ദഹനരസമാണ് ഏത് കുട്ടികളെ? പാൻക്രിയാറ്റിക് ലിപ്പേഴ്സ്. ക്ലിയർ ആണ്. ഇനി നമ്മൾ നേരത്തെ ഗ്യാസ്ട്രിക് ലിപ്പേഴ്സ് പറഞ്ഞു. ഗ്യാസ്ട്രിക് ലിപ്പേഴ്സ് ആമാശയ രസം, അത് കൊഴുപ്പിനെ ഭാഗികമായി ദഹിപ്പിക്കുന്നു അല്ലേ? കൊഴുപ്പിനെ ഭാഗികമായി ദഹിപ്പിക്കുന്നതാണ് ഏത് കുട്ടികളെ? ഗ്യാസ്ട്രിക് ലിപ്പേഴ്സ്. പാൻക്രിയാറ്റിക് ലിപ്പേഴ്സ് എന്ന് വെച്ചാൽ കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോൾ ആക്കി മാറ്റുന്ന ഒരു ദഹനരസമാണ് ഏത്? പാൻക്രിയാറ്റിക് ലിപ്പേഴ്സ്. അടുത്ത് ട്രിപ്സിൻ എന്താണ് ചെയ്യുന്നത് കേട്ട് കഴിഞ്ഞാൽ പ്രോട്ടീനെ എന്താക്കി മാറ്റും പിള്ളേരെ? പെപ്റ്റൈഡ് ആക്കി മാറ്റും. പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കി മാറ്റുന്ന ആഗ്നേയ രസമാണ് ഏത്? ട്രിപ്സിൻ എന്ന് പറയുന്നത് കേട്ടോ. ട്രിപ്സിൻ. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പെപ്സിനുമുണ്ട് ട്രിപ്സിനുമുണ്ട്. പെപ്സിൻ എവിടെയാ ഉള്ളത്? പെപ്സിൻ ഉള്ളത് ആമാശയത്തിലും ട്രിപ്സിൻ ഉള്ളത് എവിടെയാണ് കുട്ടികളെ? ആഗ്നേയ ഗ്രന്ഥിയിലുമാണ്. അപ്പൊ ഇത് മാറിപ്പോകാതിരിക്കാൻ ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. ആമാശയം എന്ന് വെച്ചാൽ സ്റ്റൊമക്ക്. നമ്മുടെ സ്റ്റൊമക്കിന് ഇഷ്ടം ഏതാണ് കുട്ടികളെ? പെപ്സി കുടിക്കാൻ നമുക്ക് സ്റ്റൊമക്കിന് ഇഷ്ടമല്ലേ? പെപ്സി നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക് പെപ്സി ഉണ്ട്. നമ്മൾ ഈ ബിരിയാണിയൊക്കെ തിന്നിട്ട് മന്തിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പെപ്സി കുടിക്കാറുണ്ട്. അപ്പം അത് നമ്മുടെ ആമാശയത്തിന് ഇഷ്ടമാണെന്ന് ഓർത്താൽ മതി. അപ്പൊ പെപ്സിൻ എവിടെയാണ്? ആമാശയത്തിൽ. ആമാശയത്തിലാണ്. ട്രിപ്സിൻ എവിടെയെന്ന് കേട്ട് കഴിഞ്ഞാൽ ആഗ്നേയ ഗ്രന്ഥിയിലാണ്. ക്ലിയർ ആണ്? മനസ്സിലായ? ഇനി പെപ്സിൻ എന്താ ചെയ്യുന്നത്? പെപ്സിൻ ചെയ്യുന്നത് പ്രോട്ടീനെ എന്താക്കി മാറ്റും? പെപ്റ്റോൺ ആക്കി മാറ്റും അല്ലെ? പ്രോട്ടീനെ പെപ്റ്റോൺ ആക്കി മാറ്റും. ട്രിപ്സിൻ ചെയ്യുന്നത് പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പെപ്സിയുടെ പോണി എന്ന് ഓർത്ത് വെച്ചാൽ മനസ്സിലായോ? പെപ്സിയുടെ പോണി കണ്ട, പെപ്റ്റോൺ പോണി. ക്ലിയർ ആണല്ലോ? അതായത് പ്രോട്ടീനെ പെപ്റ്റോൺ ആക്കുന്നു. ആ ഒരു ഓൺ വെച്ചിട്ട് നമ്മൾ ഈ പെപ്സിയുടെ ടിന്നിനെ നമ്മൾ പോണി എന്ന് പറയാറുണ്ട്. നമ്മൾ ട്രിവാൻഡ്രംകാരാണ് പറയാറുണ്ട്. അപ്പം പെപ്സിൻ പ്രോട്ടീനെ പെപ്റ്റോൺ. അപ്പൊ പെപ്സി ആമാശയം, പെപ്സിയുടെ പോണി പ്രോട്ടീൻ പെപ്റ്റോൺ. ആ രീതിയിൽ ഓർത്തിരിക്കുക. ഇവിടെ ട്രിപ്സിൻ പ്രോട്ടീൻ എന്താക്കി മാറ്റും? പെപ്റ്റൈഡ് ആക്കി മാറ്റും. ഓക്കെ, ക്ലിയർ ആണ്? ഇപ്പോൾ ഈ പഠിപ്പിച്ചതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. നന്നായിട്ട് റിവിഷൻ ചെയ്യുക, നോട്ട് എഴുതി പഠിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.